നമ്മുടെ ഹിന്ദിക്കാർ വിൽക്കണ ബൈക്കൊക്കെ വാഷ് ചെയ്യണ ഗണ്ണാണത്. എനിക്ക് 1200 രൂപ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്, അത്യാവശ്യം ചെളി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ് ചെയ്ത് ഇത് വാഷ് ചെയ്യാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇത് ലോഡാവാൻ ടൈം എടുക്കും. നെക്കി പിടിക്കേ എന്നാലേ വരുള്ളൂ. അത് ലോഡായി കഴിഞ്ഞാൽ എന്നാ വരുള്ളൂ. എല്ലായിടത്തും അടിക്കാം എന്നാലേ പോവുള്ളൂ. ഒരു തരം ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ. തരാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ചെളി ഇരിപ്പുണ്ട്, ഞാൻ അടിച്ചു കാണിച്ചത്. പോണുണ്ടാന്ന് വെച്ചാൽ പോണുണ്ട്. എന്നാലും നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യണ പോലത്തെ വാട്ടർ ഗണ്ണിൽ ചെയ്യണ പോലെ പോണില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പൊക്കെ എന്തോരം നിൽക്കുന്നൊരു പിടുത്തൂല. പിന്നെ ഇത് ഇപ്പോഴത്തെ വാഷിങ് എന്തോരം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല, പിള്ളേരാണ് ചെയ്യണത്. നിനക്ക് ഇപ്പുറ സൈഡ്, അമ്പാടി ആ സൈഡ്. ഞാൻ ഇത് ഇങ്ങനെ കഴുകാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ വണ്ടി കഴുകാൻ പറ്റൂല. ഞാൻ ഇത് തരും. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു കേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആകെയുള്ള പ്രശ്നം ഇത് ഒടിവ് വീണ് കഴിഞ്ഞാൽ വെള്ളം എടുക്കൂല. നമുക്ക് ഇതിൻ്റെ ഒപ്പം വേറെ ആക്സസറി എന്ന് പറയാനായിട്ട് ഇത് കൂട്ടൊരു പെട്ടിയിലാണ്. ഇതിൽ ചാർജറുണ്ട്, പിന്നെ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ളതുണ്ട്. എന്തായാലും ഫോം ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോൾ നമ്മുടെ ഷാമ്പു ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. തന്നെ കണ്ണെന്ന് പിടിച്ചേ. അപ്പം നമ്മുടെ ഷാമ്പു ഫില്ല് ചെയ്തിട്ടുണ്ട്. ഷാമ്പു ഫില്ല് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോം മഞ്ഞുണ്ട്. തരാം, അച്ഛൻ നോക്കട്ടെ തരാം. അപ്പം തരാം. വിട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാ അടിച്ചോ. അപ്പോൾ ഞാൻ ഫുള്ള് വാഷ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പോൾ പിള്ളേർ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നീ കാടുവാ ഫ്രണ്ടിലോട്ടോ. അമ്പു ഫ്രണ്ടിൽ നിന്ന് അടിച്ചേ. സ്റ്റോപ്പ് ഫ്രണ്ടിലോട്ടോ വാ. അതെ, ലൈറ്റ് മേലടി ഫേളിൽ താഴെ. അപ്പോൾ ഓക്കെ, ഞാൻ വാഷ് ചെയ്ത് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ബാറ്ററിയുടെ ചാർജ് തീർന്നു കേട്ടോ. ഫസ്റ്റ് ബാറ്ററിയുടെ ചാർജ് തീരുവാനായി. അപ്പോൾ ഫസ്റ്റ് ബാറ്ററിയുടെ ചാർജ് തീർന്നിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് സെക്കൻഡ് ബാറ്ററി ഇടാം. അപ്പോൾ സെക്കൻഡ് ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ബാറ്ററി ചാർജ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല പവറുണ്ട്. ഞാനിത് പ്രൊമോഷൻ വീഡിയോ അല്ല, കാരണം ഈ സാധനം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ബൈക്ക് വാഷ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ സാധനം കൊണ്ടൊരിക്കലും കാറൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളത് കണ്ടല്ലേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്തോരം ഉണ്ടെന്ന്. കാരണം ബൈക്ക്, സൈക്കിള്, ഗാർഡനിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ കാറ് വാഷ് ചെയ്യാനൊന്നും ഇതും കൊണ്ടൊന്നും പറ്റില്ല. കഴിഞ്ഞിട്ടില്ല.
രണ്ടുപേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ പൊരിക്കാൻ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തരും. ഇത് പോരിക്കും. തരാം. ഇത് ഇപ്പുറം കൂടി ഒന്ന് വാഷ് ചെയ്യട്ടെ. ബക്കറ്റ് നമുക്ക് വെള്ളം ലാഭമുണ്ട് സംഭവം, അത് മാത്രമേ ഉള്ളൂ. ആദ്യം കണ്ണന് നീയല്ലേ നേരത്തെ ആദ്യം വാഷ് ചെയ്തത്. കണ്ണൻ കൊണ്ടോ, കണ്ണ വെള്ളം തീർക്കരുത് കേട്ടോ. ഇത് വാങ്ങിച്ചപ്പോൾ ഇപ്പോൾ ഉമ്മാരുടെ വണ്ടി കഴുകാനേ സമയമുള്ളൂ. വെള്ളം തീർക്കരുത്, വെള്ളം കുറച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫൈനലായിട്ടുള്ള വാഷ് ചെയ്തിട്ടുള്ള അവസ്ഥ ഇതാണ്. അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ മറ്റേ നമ്മൾ വാഷിംഗ് സെൻറ്ററിൽ പോയി കഴുകണ പെർഫെക്ഷനൊന്നും കിട്ടില്ല. അത് അത്യാവശ്യം വല്ല ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ വണ്ടി മാന്യമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടൊരു സാധനം വാങ്ങാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ശരിക്കും വണ്ടി കഴുകണം മറ്റേ പ്രഷർ പമ്പ് ഉണ്ടല്ലോ 4000 രൂപയൊക്കെ, അതൊക്കെ വാങ്ങണമല്ലോ. ഇതൊരു 1200 രൂപ 1500 താഴെ കിട്ടുകയാണെങ്കിൽ വർത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തായാലും വണ്ടി കൊണ്ട് കുറച്ച് വെയിലെത്തോക്കട്ടെ. നമ്മുടെ വാഷിങ് ആൻഡ് വണ്ടിയുടെ ഫൈനൽ ഇതാണ് കേട്ടോ. അതായത് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഉണ്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ അറിയാം എന്തോരം ചെളി ഉണ്ടായിരുന്നു. സംഭവം ഇത് വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആ മുടക്കണ കാശിനേക്കാളും കുറച്ചുകൂടി ക്യാഷ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള പ്രഷർ വാഷർ വാങ്ങാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ഫൺ എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടടക്കാന്നുള്ളൂ. 2 ബക്കറ്റ് വെള്ളം കൊണ്ട് വണ്ടിയുടെ പരിപാടി കഴിഞ്ഞോ വാഷ് ചെയ്ത്? ആണോ? നൈദുൻ്റെ കാർ വാഷ് ചെയ്ത് കഴിഞ്ഞോ? നൈദുൻ്റെ മേത്ത് വെള്ളം ഒഴിക്കട്ടോ അമ്പു. നൈദു നീങ്ങി നിൽക്ക്, കണ്ണനോട് വാഷ് ചെയ്യട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുത്തുകൊണ്ട് തണലത്തേക്കോ. നൈദുൻ്റെ പറഞ്ഞത് വാ. യോസിൻ്റെ പ്രശ്നം ഇതാണ്, അതായത് ബെൻഡായിട്ട് ഒടിഞ്ഞിരിക്കും. അപ്പോൾ പിന്നെ വെള്ളം വരല് കണക്കരിക്കുള്ളൂ. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു ഫിൽറ്ററുള്ളതിൻ്റെ വലിയ മണ്ണ് ചെളിയൊക്കെ ഒന്നും കയറൂല. അപ്പോൾ ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ എന്തെങ്കിലും. ഞാനിത് പ്രൊമോട്ട് ചെയ്യണല്ലോ, ജസ്റ്റ് നിങ്ങൾക്കൊരു ഫണ്ണായിട്ട് യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ. ഞാൻ ഇത് താത്തിയിടാം, എന്നാലേ വെള്ളം വരുള്ളൂ.